ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇന്ന് പ്രമേഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് മരുന്നുകളെപ്പറ്റി അറിയുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പ്രമേഹം മനുഷ്യൻ്റെ ചരിത്രത്തിൽ വളരെ മുമ്പ് തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു രോഗമാണ്. 3600 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്ഷ്യൻ ലിഖിതങ്ങളിൽ പ്രമേഹ രോഗത്തെപ്പറ്റി പറയുന്നുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രപിതാമഹന്മാരെന്ന് കരുതപ്പെടുന്ന യവന ഭിഷഗ്വരന്മാരും നമ്മുടെ ആയുർവേദത്തിലും പ്രമേഹ ലക്ഷണങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. എന്നാൽ പ്രമേഹം ആദ്യമായി കാര്യമായി ചികിത്സിക്കപ്പെടുവാൻ തുടങ്ങിയത് ഇൻസുലിൻ 83 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ്. 1921 കാനഡയിലെ ടൊറൻറ്റോ യൂണിവേഴ്സിറ്റിയിലെ ഫ്രെഡറിക് ബെൻറ്റിങ്ങും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ചാൾസ് ബെസ്റ്റും ആണ് ആദ്യമായി ഇൻസുലിൻ രക്തത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തത്. ഇത് വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ഈ ഇൻസുലിൻ കൊണ്ട് എല്ലാ വർഷവും ലക്ഷോപലക്ഷം ആൾക്കാർ മരണത്തിൻ്റെ വക്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഡോക്ടർ ബെൻറ്റിങ്ങിനും ബെസ്റ്റിനും 1923 ഈ കണ്ടുപിടുത്തത്തിന് നോബൽ സമ്മാനം നൽകപ്പെടുകയുണ്ടായി. തുടർന്നുള്ള 50 വർഷങ്ങളോളം പോർക്കിൽ നിന്നും ബീഫിൽ നിന്നും എടുക്കുന്ന ഇൻസുലിനാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 1980 മുതൽ DNA ടെക്നോളജി ഉപയോഗിച്ച് മനുഷ്യൻ്റെ ഇൻസുലിന് തത്തുല്യമായിട്ടുള്ള ഇൻസുലിൻ ഇന്ന് നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഈ ഹ്യൂമൻ ഇൻസുലിനാണ് ഇന്ന് അമേരിക്കയിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. ഇന്ന് ഇൻസുലിൻ വളരെ ലോലമായ നീഡിൽസ് വന്നതുകൊണ്ട് കുത്തിവയ്ക്കുന്നതിന് വേദനയില്ല. ഇൻസുലിൻ പെന്നുള്ളതുകൊണ്ട് കൊണ്ടു നടക്കാൻ എളുപ്പമുണ്ട്. ഇൻസുലിൻ പമ്പ് ഇംപ്ലാന്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് വളരെ കഠിനമായിട്ടുള്ള തരത്തിലുള്ള ഡയബറ്റിക് ആളുകളെയും തുടർച്ചയായിട്ട് ചികിത്സിക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം ഉണ്ടായ ഒരു പ്രധാന കാൽവയ്പായിരുന്നു ഗുളികകൾ കൊണ്ട് ഡയബറ്റിക് രോഗികളെ, പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റിക് രോഗികളെ ചികിത്സിക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളത്. സൾഫണൈൽ യൂറിയ എന്ന ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകളാണ് ആദ്യമായിട്ട് രംഗത്ത് വരുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രണൈസ്, ഗ്ലൂക്കോട്രോൾ എന്ന് തുടങ്ങി ഏകദേശം 10ഓളം മരുന്നുകൾ ഈ ഗണത്തിൽപ്പെടും. ഈ ഗുളികകൾ ചെയ്യുന്നത് നമ്മുടെ തന്നെ പാൻക്രിയാസിനെ കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന മരുന്നുകൾക്കും 2 കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, സാധാരണ വെയിറ്റ് സ്വല്പം ഗെയിൻ ചെയ്തെന്ന് വരും ഈ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ. രണ്ടാമത്, ഷുഗർ രക്തത്തിലെ താഴേക്ക് പോയെന്ന് വരും. ചികിത്സ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐഡിയൽ ലെവലിൽ ബ്ലഡ് ഷുഗർ നിൽക്കുക എന്നുള്ളതാണ്. അതായത് 70നും 120നും ഇടയ്ക്ക് നിൽക്കുക എന്നുള്ളത്. പക്ഷേ ഇൻസുലിനും സൾഫണൈൽ യൂറിയ ചേർന്നുള്ള ഗുളികകളും പലപ്പോഴും പെട്ടെന്ന് നമ്മുടെ ഷുഗർ വളരെ താഴേക്ക് കൊണ്ടുവരാം. അത് വളരെ അപകടം പിടിച്ച ഒരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് ഈ ഗുളികകളോ ഇൻസുലിനോ എടുക്കുന്ന വ്യക്തികളെല്ലാം തന്നെ അവരുടെ പോക്കറ്റിൽ ഗ്ലൂക്കോസ് ടാബ്ലറ്റോ കട്ടിയുള്ള മുട്ടായിയോ കൊണ്ടു നടക്കണം. കൂടുതൽ ക്ഷീണം തോന്നുന്നു എന്ന് തോന്നുന്ന അവസരത്തിൽ പെട്ടെന്ന് തന്നെ ഈ ഗുളികകൾ കടിച്ച് അരച്ച് പെട്ടെന്ന് തിന്നിരിക്കേണ്ടതാണ്. അടുത്ത നേട്ടമുണ്ടായത് നമ്മുടെ ലിവർ, നമ്മൾ ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും ഡയബറ്റിക് ആളുകൾക്ക് ശരീരത്തിലുള്ള ഫാറ്റ് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്ത് രക്തത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും. 14 വർഷങ്ങൾക്ക് മുമ്പ് മെറ്റ്ഫോർമിൻ എന്ന മരുന്ന് പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ പ്രവർത്തനം എങ്ങാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിലേക്ക് ലിവർ ഷുഗറിനെ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഈ മരുന്നിന് ആദ്യം പറഞ്ഞ 2 ദൂഷ്യങ്ങളില്ല. വെയിറ്റ് കൂടത്തില്ല, ഷുഗർ നോർമൽ ലെവലിൽ നിൽക്കുകയും ചെയ്യും. ടൈപ്പ് 2 ഡയബറ്റിക് രോഗികൾക്ക്, അതായത് 95%-ലധികവും വരുന്ന മലയാളികളായിട്ടുള്ള പ്രമേഹ രോഗികളുടെ പ്രശ്നം പലപ്പോഴും ഇൻസുലിൻ അവരുടെ രക്തത്തിൽ കുറവാണെന്നല്ല,
ഉള്ള ഇൻസുലിൻ കോശങ്ങളിലേക്ക് സെൽസിലേക്ക് ചെന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഭാഗ്യവശാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് 2 മരുന്ന് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. റോസി ഗ്ലൂട്ടസോൺ ആൻഡ് പയോഗ്ലൂട്ടസോൺ എന്ന് പറയും, ആക്ടോസ് ആൻഡ് അവാൻഡിയ. ഈ മരുന്നുകൾ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ കൂട്ടുകയല്ല, ഉള്ള ഇൻസുലിൻ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു വലിയ നേട്ടമാണ്. ഡയബറ്റിക് ചികിത്സയെ സംബന്ധിച്ചിടത്തോളം അനേകം വിജയങ്ങളുടെ പടിവാതിക്കലാണ് നാം നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വരുന്ന ആഴ്ചയും വീണ്ടും കാണാം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.